ഹലോ മക്കളെ, നിങ്ങളുടെ ഇംഗ്ലീഷ് പരീക്ഷയിൽ എഡിറ്റിംഗിൽ നിന്ന് ഒരു 3 മാർക്കിൻ്റെ ചോദ്യം ഇതുപോലത്തെ ഒരു ചോദ്യം ഉറപ്പാണ്. അപ്പോൾ ആ 3 മാർക്കും എങ്ങനെ വാങ്ങിച്ചെടുക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതിന് വളരെ സിമ്പിളാണ്. ഇത് 2 രീതിയിൽ എഡിറ്റിംഗ് പഠിക്കാം. ഒന്ന്, എഡിറ്റിങ്ങിൻ്റെ ഫുൾ തിയറി ഒരു 2-3 മണിക്കൂർ ഇരുന്ന് പഠിച്ചിട്ട് ഇതിന് ചോദ്യങ്ങൾ ചെയ്യാം. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല നമുക്ക് അതിനുള്ള സമയമില്ല, അതുകൊണ്ട് ഭയങ്കര കാര്യമില്ല എന്നാണ് സത്യം. രണ്ടാമത്തെ മെത്തേഡ് ഉണ്ട്, അതാണ് നമ്മളോട് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കും, എന്നിട്ട് വെറുതെ ആൻസർ പഠിക്കുകയല്ല, അതിൻ്റെ ആൻസറിൻ്റെ കാരണം കൂടി മനസ്സിലാക്കി. അപ്പോൾ ആൻസർ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അതിനാവശ്യമുള്ള തിയറിയും കൂടെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ആൻസറിൻ്റെ ലോജിക്ക് മനസ്സിലാക്കും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഇനി വരുമ്പോൾ അതേ സെയിം ലോജിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മതി, ഏത് ചോദ്യം വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് എഫിഷ്യൻറ്റ് മെത്തേഡ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത് പഠിച്ചെടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഏറ്റവും ബെസ്റ്റ് വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. എന്നിട്ട് നിങ്ങൾ എല്ലാം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ മിസ്റ്റേക്സ് ഉണ്ടാക്കില്ല, മിസ്റ്റേക്സ് എന്ന് പഠിക്കുകയാണ് കൂടുതൽ അടിപൊളി. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമെങ്കിൽ കേട്ടോ. എനിവേ, എടുത്ത പാസേജ് ഗിവൺ ബിലോ, എറേഴ്സ് ആർ ഗിവൺ ഇൻ ബോൾഡ് എന്ന് പറഞ്ഞിട്ട് ചോദ്യം വരും. നിങ്ങൾ ചോദ്യം വായിച്ചു നോക്കാം. റിയൽ എഡ്യൂക്കേഷൻ കൺസിസ്റ്റ് നോട്ട് ഇൻ പാക്കിംഗ് ദ ബ്രെയിൻ ബൈ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെ പറയുന്നുണ്ട്? റിയൽ എഡ്യൂക്കേഷൻ കൺസിസ്റ്റിന് വരെ എന്തായിരിക്കും വരിക? ആലോചിച്ച് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, റിയൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സാധനമാണ് അല്ലേ. അപ്പം നമ്മളിനി ഇറ്റ് വെച്ചിട്ട് റിപ്ലേസ് ചെയ്യുക. ഇറ്റിൻ്റെ കൂടെ കൺസിസ്റ്റ് ആണോ വരിക, കൺസിസ്റ്റസ് ആണോ വരിക, എസ്സും കൂടി ചേർത്തിട്ടാണ് വരിക. അപ്പോൾ അതിൻ്റെ റൂൾ അറിയില്ലേ, പഠിച്ചു നോക്കുക. ഇത്രയേ ഉള്ളൂ. ഹീ ഷീ ഇറ്റ് ആണെങ്കിൽ, ഹിയോ ഷിയോ ഇറ്റോ ആണെങ്കിൽ എപ്പോഴും ഒരു വേർബ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് എസ് ചേർത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. വാക്ക് അല്ല വാക്സ്, സിങ് അല്ല സിങ്സ്. അപ്പോൾ ഹീ സിങ്സ്, ഷീ വാക്സ്, ഇറ്റ് വാക്സ്. ഇറ്റ് വാക്സ് സാധനം വാക്കിയില്ല എന്നല്ല ഞാൻ പറയാണ്. ഇറ്റ് പ്ലേസ്, ഷീ നീഡ്സ്, ഹീ കൺസിസ്റ്റ്. അപ്പോൾ എപ്പോഴും വേർബ് ഉപയോഗിക്കുമ്പോൾ എസ് ചേർത്താണ് ഉപയോഗിക്കുക. എന്നാൽ ഐ വി ദേ ആണെങ്കിൽ എസ് ഇല്ലാത്ത ഫോം ഉപയോഗിക്കുക. ഐ വാക്ക്, ഐ സിങ്, ഐ പ്ലേ, വി നീഡ്, വി കൺസിസ്റ്റ് അല്ലെ ദേ കൺസിസ്റ്റ്, ആ രീതിയിലാണ് പറയാം. അപ്പോൾ ഈ ഒരു സംഭവം പഠിച്ചു. ഏത് വേർബിനും ഹീ ഷീറ്റാണ് എസ് ചേർത്തിട്ടുള്ള വേർഷനാണ് ഉപയോഗിക്കുക, ഐ വി ദേ ആണ് നമ്മൾ എസ് ഇല്ലാത്ത വേർഷനാണ് ഉപയോഗിക്കുക. ഇവിടെ എഡ്യൂക്കേഷൻ്റെ കാര്യമാണ് പറയുന്നത്. അത് ഇറ്റ് സാധനമാണ് അല്ലേ, സാധനം പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യാം. ഇറ്റ് കൺസിസ്റ്റ് അല്ല കൺസിസ്. അപ്പം എന്താണ് അവർ വരേണ്ടത്? എ ശരിക്കും കൺസിസ്, എസ്സും കൂടി ചേർത്തിട്ടാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റൂൾ ഓർത്ത് വെച്ചോ. ഇത് പല സ്ഥലങ്ങളിലും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു വേർബ് ഉണ്ട്, അത് കൺസിസ്റ്റ് എന്നാണ് കൊടുത്തെങ്കിൽ അടുത്ത് ചിന്തിക്കേണ്ടത് ആ എസ് ഉള്ള ഫോം ആയിരിക്കുമോ എന്നാണ് അപ്പം തന്നെ നിങ്ങൾ ആലോചിക്കേണ്ടത്. മനസ്സിലായി? അതാണ് അപ്പം അത് പെട്ടെന്ന് ആലോചിക്കേണ്ടത്. മനസ്സിലായി? ഇപ്പോൾ വാക്ക് എന്ന് കണ്ടു, അപ്പോൾ വാക്സ് ആണോ എന്ന് ആലോചിക്കുക. വാക്സ് എന്ന് കണ്ടു, അപ്പോൾ വാക്കാണോ എന്ന് ആലോചിക്കാം. അപ്പോൾ ഇനി അത് ആലോചിക്കണം, എസ് ഇല്ലാത്ത ഫോമും എസ് ഉള്ള ഫോമും ആലോചിക്കണം. ഓക്കെ, നോട്ട് ഇൻ പാക്കിംഗ് ദ ബ്രെയിൻ ബൈ ഫാക്ട്സ്. ബ്രെയിനിൽ ഫാക്ട്സ് നിറയ്ക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പം ബ്രെയിൻ ബൈ ഫാക്ട്സ് നമ്മൾ പറയില്ല, ബ്രെയിൻ വിത്ത് ഫാക്ട്സ് എന്നാണ് പറയാം. അപ്പം വിത്ത് അവിടെ ഇട്ട് കൊടുക്കുക. അപ്പം അത് ഇങ്ങനെ റൂളായിട്ട് പഠിക്കാൻ മാത്രമൊന്നുമില്ല, ജസ്റ്റ് വായിച്ചു നോക്കും മനസ്സിലാവണം. ഇതുപോലത്തെ ഒരു സെൻറ്റൻസ് ഇനി കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ബൈ ഫാക്ട്സ് അല്ല, വിത്ത് ഫാക്ട്സ് ആണ്. ഓക്കെ, നോട്ട് ഇൻ പാസിംഗ് ആസ് എക്സാമിനേഷൻ ബൈ റീഡിങ് ന്യൂമറസ്. ഇതിലെന്താ പ്രശ്നം? ഇതിൻ്റെ സ്പെല്ലിംഗ് ആണ് പ്രശ്നം. ചില വേർഡ്സിൽ ഗ്രാമർ ആയിരിക്കില്ല പ്രശ്നം, സ്പെല്ലിംഗ് ആയിരിക്കും പ്രശ്നം. അപ്പം ന്യൂമറസിൻ്റെ ഈ ഇവിടെ അല്ല വരേണ്ടത്, ആ ഈ എന്താണ് അപ്പുറത്താണ് വരേണ്ടത്. അപ്പം ന്യൂമെറസ് സ്പെല്ലിംഗ് അങ്ങോട്ട് കറക്റ്റാക്കുക, പരിപാടി തീർക്കാം. ഓക്കെ, നെക്സ്റ്റ്. I can say that if you explored the possibilities of non-violence, you will find that without character it would prove എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എക്സ്പ്ലോറിൽ എന്താ പ്രശ്നം? ഐ ക്യാൻ സേ ദാറ്റ് ഇഫ് യു എക്സ്പ്ലോർഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. മൊത്തം സെൻറ്റൻസ് എന്താണ്? കൺസിസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊണ്ടുപോയി ഇഫ് യു എക്സ്പ്ലോർഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസിലേക്ക് കൊണ്ടുപോകണ്ട, അത് പ്രസന്റ് ടെൻസിൽ മാത്രം നിർത്തിയാൽ മതി. ദാറ്റ് ഈസ് ഇഫ് യു എക്സ്പ്ലോർ ആക്കിയാൽ മതി. ഇഫ് യു എക്സ്പ്ലോർ the possibilities of non-violence, you will find that without character it would proven. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വില്ല്, മെയ്, വുഡ്, മൈറ്റിൻ്റെ ഒക്കെ കൂടെ വേർബിൻ്റെ ഫസ്റ്റ് ഫോം പറഞ്ഞാൽ മതി. അപ്പം ഐ വിൽ സാങ് എന്ന് പറയരുത് ഒരിക്കലും, ഐ വിൽ സിങ്. ഐ മേ പ്ലേഡ് എന്ന് പറയരുത്, പ്ലേ മതി, ഫസ്റ്റ് ഫോം മതി. പ്ലേഡ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഫോം ആയിപ്പോയി. ഐ വുഡ് ആണെങ്കിലും ഡാൻസ് മതി, ഐ വുഡ് ഡാൻസ്ഡ് എന്ന് ഒരിക്കലും പറയില്ല. രണ്ടാമത്തെ ഫോം അഥവാ പാസ്റ്റ് ടെൻസിലെ ഫോം ഒരിക്കലും പറയില്ല. ഐ വുഡ് ഡാൻസ്ഡ്, ഐ വുഡ് സാങ്, ഐ വുഡ് പ്ലേഡ് ഒന്നും വരില്ല. അപ്പം ഈ വില്ല്, മേയ്, വുഡ്, മൈറ്റിൻ്റെ കൂടെയൊക്കെ വേർബിൻ്റെ ഫസ്റ്റ് ഫോം മതി. അപ്പം ഐ വുഡ് പ്രൂവൺ വേണ്ട, ഐ വുഡ്
പ്രൂവ് മതി. കാരണം പ്രൂവൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ തേർഡ് ഫോമാണ് അല്ലേ. അപ്പോൾ പ്രൂവ് മതി. അപ്പോൾ ഈ വില്ല് എന്താ ഇതിൻ്റെ ചേർത്തിട്ട് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ എപ്പോഴും വേർബിൻ്റെ ഏറ്റവും സാധാരണ ഫോമാണ്. ഫസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ V1 എന്ന് പറഞ്ഞാൽ ഏറ്റവും സാധാരണ ഫോം അല്ലേ. ഇപ്പോൾ സിംഗ്, പ്ലേ, ഡാൻസ് ഒക്കെ ഏറ്റവും പ്രസന്റ് ടെൻസിലെ ഫോം, അഥവാ സാധാരണ ഫോം മതി. അപ്പോൾ അതാണ് ലോജിക്, ഇനി ഓർത്ത് വെച്ചോളൂ. അപ്പോൾ ഇറ്റ് വുഡ് പ്രൂവ് എ പ്രോഫിറ്റ്ലെസ് സ്റ്റഡി ഇൻ എ മൂവ്മെന്റ് സച്ച് ആസ് ബ്ലാ ബ്ലാ ബ്ലാ. വി നീഡ്സ് എന്ന് വരേണ്ട ആവശ്യമുണ്ടോ? ഐ വി ദേ എന്ന് പറഞ്ഞാൽ വേർബിൽ എസ് ഇല്ലാത്ത ഫോം മതി. അപ്പോൾ നീഡ്സ് വേണ്ട, നീഡ് മതി. അപ്പോൾ വി നമ്മൾ ആ റൂള്, സെയിം റൂൾ, അതൊക്കെ പരീക്ഷ ചോദിച്ച ചോദ്യം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ റൂൾസ് ഇത് മനസ്സിലാക്കുക, അത് അപ്ലൈ ചെയ്യാൻ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കിയാൽ ഇതേപോലത്തെ ആപ്ലിക്കേഷൻ ആയിരിക്കും പല പല ചോദ്യങ്ങളിൽ ഇനിയും വരിക. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പം വി നീഡ് ദ ഇന്റലക്ച്വൽ സിമ്പതി ഓഫ് ദി ഹോൾ വേൾഡ്. അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസേഴ്സ്. നോട്ട് ചെയ്ത് വെക്കുക. ഒരു ചോദ്യത്തിൽ നിന്ന് കുറേ തിയറി കിട്ടിയില്ലേ? അപ്പോൾ ഇതുപോലെ നമുക്ക് 2-3 ചോദ്യം കൊണ്ട് ചെയ്താൽ നമുക്ക് ആവശ്യത്തിനുള്ള തിയറിയൊക്കെ നമ്മൾ വിത്ത് ആപ്ലിക്കേഷൻ കവർ ചെയ്തിട്ടുണ്ടാകും. പരീക്ഷയിൽ ചോദ്യം വരുമ്പോൾ നിങ്ങൾക്ക് ആ 3 മാർക്കിനോ 4 മാർക്കിനൊക്കെ ചോദ്യം വരിക. അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വീണ്ടും വീഡിയോ പോസ് ചെയ്തിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും കിട്ടും നിങ്ങൾക്ക്. ഓക്കെ. സെൽമ ലാഗർലോഫ് വാസ് സാറ്റ് ഇൻ ദ ട്രെയിൻ. ട്രെയിനിൽ ഇരിക്കുമായിരുന്നു എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ. വാസ് സാറ്റ് എന്നാണോ? ട്രെയിനിൽ ഇരുന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ വാസ് സാറ്റ് എന്നല്ല പറയേണ്ടത്, വാസ് സിറ്റിംഗ് എന്നാണ് പറയേണ്ടത്. വാസ് സിറ്റിംഗ് ഇൻ ദ ട്രെയിൻ, ഇരിക്കുകയായിരുന്നു അല്ലേ. ബൗണ്ട് ഫോർ സ്റ്റോക്ക്ഹോം. ഇറ്റ് വാസ് ഏർലി ഈവനിങ് ആൻഡ് എ ഫെലോ പാസഞ്ചേഴ്സ് വാസ് ഡോസിങ്. പാസഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ അല്ലേ മക്കളെ, കുറേ പേരില്ലേ ദേ. ദേൻ്റെ കൂടെ വാസ് എന്ന് വരും. അപ്പം അതിൻ്റെ അറിയില്ലേ, പഠിച്ചു വെക്കുക. സിംഗുലർ ആയിട്ടുള്ള ആൾക്കാർ ഐ, ഷീ, ഇറ്റൊക്കെ സിംഗുലർ ആണ്. അതിൻ്റെ കൂടെ ഇസ് അല്ലേ വാസ് ആണ് വരിക. പ്രസന്റ് ടെൻസ് ആണ് ഇസ് ആ വരിക. ഹീ ഈസ് പ്ലേയിങ് എന്നുള്ള രീതിയിലാണ് വരിക. അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഹീ വാസ് പ്ലേയിങ്, അല്ലെങ്കിൽ ഇറ്റ് വാസ് പ്ലേയിങ്, ആ രീതിയിലാണ് വരിക. ഐ, വി, ദേ ഇവരൊക്കെ പ്ലൂറലാണ്. ഐ നമ്മൾ ഒരാൾ സിംഗുലർ ആണെന്ന് വിചാരിക്കും, പക്ഷെ നമ്മൾ പ്ലൂറലായിട്ടാണ് ഇംഗ്ലീഷ് ട്രീറ്റ് ചെയ്യുക. ഇംഗ്ലീഷിന് ഒരു പ്രത്യേകതയാണത്. ഐ വീതേ, വീതേ എന്തായാലും പ്ലൂറലാണ്. ഐയും നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാം. ഐ വീതേ ആണെങ്കിൽ നമ്മൾ ആർ അല്ലെങ്കിൽ വേർ ആണ് ഉപയോഗിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ വി ആർ പാസ്റ്റൻസിലാണ് വി വേർ, ദേ ആർ പാസ്റ്റൻസിലാണ് ദേ വേർ എന്നാ പറയാം. ഐൻ്റെ കേസിൽ മാത്രം നമ്മൾ ഐ ആം എന്നാണ് പറയുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഐൻ്റെ കേസിൽ നമ്മൾ പ്ലൂറലായിട്ട് ട്രീറ്റ് ചെയ്യുമെങ്കിലും നമ്മൾ ഐൻ്റെ കേസിൽ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഐ വാസ് പ്ലേയിങ് എന്നാണ് പറയാം. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് സാർ ഈ ഐനെ പിടിച്ചിട്ട് ഈ സിംഗുലറിൽ ഇട്ടാൽ പോരെ, അപ്പോൾ അവിടെ വാസ് കിട്ടില്ലേ? അങ്ങനെ നമ്മൾ ഇടില്ല. ഐ പ്ലൂറലായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. കാരണം എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ച ആ ചോദ്യത്തിലൊക്കെ നമ്മൾ എന്താണ് ഇവിടെ ഐ വീതേ എപ്പോഴും പ്ലൂറലിൻ്റെ കൂടെയുള്ളത്. അപ്പോൾ വി വാക്ക്, ഐ വാക്ക് ഒക്കെ ഐ പ്ലൂറലാണ് ശരിക്കും. അപ്പോൾ ഐ വീതേ ഒരുമിച്ചാണുള്ളത്, പ്ലൂറൽ തന്നെയാണ്. പക്ഷേ ഈ ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു പ്രത്യേകത കൊണ്ട് ഈ ആറും വേറും വരുമ്പോഴത്തേക്കും ഐൻ്റെ കേസിൽ ഇസ് പോലും അല്ല, ഐ ആം പ്ലേയിങ്, ഐ ആം വാക്കിംഗ് എന്നാ പറയുക പ്രസന്റ് ടെൻസിൽ. പാസ്റ്റിലേക്ക് വരുമ്പോൾ ഐ വേർ എന്ന് പറയില്ല, ഐ വാസ് എന്നാ പറയുക, ഐ വാസ് പ്ലേയിങ് എന്ന് പറയും. അപ്പോൾ ഐ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് ഓർത്ത് വെക്കാൻ നല്ല, അല്ലാണ്ട് ഐനെ പിടിച്ചിട്ട് ഇവരുടെ കൂടെ ഇടാൻ നിൽക്കണ്ട. കാരണം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മറ്റേ റൂൾസിൽ പല റൂൾസിലും വരുന്നത് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്തായാലും ഇവിടെ അതൊന്നും വിഷയമുള്ള കാര്യമല്ല. ഐൻ്റെ സംഭവമൊന്നും ഒരിക്കലും 99% വരില്ല, അത് വളരെ റെയറാണ്. പക്ഷെ ഇവിടെ വന്നെന്താണ്, ഇവിടെ ദേ ആണ് വന്നത്. പാസഞ്ചേഴ്സ് ദേ ആണ്. ദേ ആറല്ലേ വേറെ വരിക, പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ വേറാണ് വരിക. അപ്പം ഫെല്ലോ പാസഞ്ചേഴ്സ് വാസ് അല്ല വേർ ഡോസിങ്. ഇത്രേ ഉള്ളൂ പരിപാടി. ഷീ വാസ് വെരി ക്വയറ്റ്. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഗ്രാമർ പ്രശ്നം എന്നല്ല, സ്പെല്ലിംഗ് പ്രശ്നമാണ്. ഇത് ഒന്നുമില്ല. ക്വയറ്റ്, നിശബ്ദത പാലിക്കുകയായിരുന്നു എന്ന് പറയുന്നതിന് ആ ഈ പിടിച്ച് ഇവിടെ ഇടുക. അപ്പോൾ എന്താ കറക്റ്റ് സ്പെല്ലിങ്? ക്യു യു ഐ, ആ ഈ പിടിച്ചിട്ട് ഇപ്പുറത്തേക്ക് ഇടുക, ടീൻ്റെ ഇപ്പുറത്തേക്ക് ഇടുക. അപ്പോൾ ക്വയറ്റ്, ഇതാണ് ആ ക്വയറ്റ്. ലിസ്ണിംഗ് ടു ദ റാറ്റ്ലിംഗ് ഓഫ് ദ റെയിൻ ഷീ ബിഗാൻ ടു, കുറച്ച് അടിപൊളിയാണ്. ഷീ ബിഗാൻ ടു തിങ്ക് ഓഫ് ഓൾ അതർ ടൈം ഷീ കെയിം അപ് ടു സ്റ്റോക്ക്ഹോം എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പം നമുക്ക് തോന്നില്ല. ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് തിയറി കുറേ നമ്മൾ പറയാൻ പോകുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഷീ ബിഗാൻ, അപ്പോൾ ഓൾറെഡി പാസ്റ്റിലാണത്. ഷീ ബിഗാൻ ടു തിങ്ക്, എന്തോ ചിന്തിക്കുകയാണ്. എന്തിനെ പറ്റിയിട്ട്? സ്റ്റോക്ക്ഹോമിൽ ഇതിന് മുൻപ് വന്ന കാര്യങ്ങളാണ് പറയുന്നത്, ചിന്തിക്കുന്നത് അല്ലേ. അപ്പോൾ ഷീ കെയിം അപ് ടു, അപ്പോൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഓൾറെഡി പാസ്റ്റിൽ ആണ് കാര്യം പറയുന്നത്. ആ പാസ്റ്റിലുള്ള കാര്യത്തിൽ അതിനേക്കാളും പാസ്റ്റിൽ നടന്ന കാര്യമല്ലേ ചിന്തിക്കുന്നത് അല്ലേ.
എന്താ ചിന്തിക്കുന്നത്? പാസ്റ്റ് ഷീ ബിഗാൻ ടു തിങ്ക്. അപ്പോൾ ഓൾറെഡി പാസ്റ്റിലാണ് മൊത്തം സെൻറ്റൻസ്. ആ പാസ്റ്റിൽ എന്താണ് സെൽമ എന്താണ് ചിന്തിക്കുന്നത്? ഇതിന് മുൻപ് വന്ന കാര്യങ്ങളാണ് അല്ലേ, സ്റ്റോക്ക്ഹോമിൽ വന്ന കാര്യം ചിന്തിക്കുന്നത്. അതായത് പാസ്റ്റിൽ നടന്ന കാര്യമാണ് ചിന്തിക്കുന്നത്. അതിന് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും കേട്ടോ. ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ പുറകെ ഒന്നും കുറേ പോകണ്ട. മനസ്സിലാക്കേണ്ടത് ഒരു സെൻസിൽ ഓൾറെഡി ഒരു പാസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെയും പാസ്റ്റിൽ നടന്ന കാര്യത്തിൽ നമ്മൾ എപ്പോഴും ഹാഡ് ചേർത്തിട്ടാണ് എഴുതുക. എന്താണ് മക്കളെ എഴുതുക? ഹാഡ് പ്ലസ് വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് എഴുതുക. അതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ കെയിം അല്ല, ഹാഡ് ചേർത്തിട്ട് നമ്മൾ എഴുതണം. അപ്പോൾ നമ്മളെങ്ങനെ എഴുതുക? കെയിമിന് പകരം ഹാഡ് ചേർത്തിട്ട്, ഹാഡ് ഈ കം എന്ന് പറഞ്ഞ വേർബിൻ്റെ സെക്കൻഡ് ഫോമാണ് അത് കേട്ടോ. അപ്പോൾ കം എന്ന് പറഞ്ഞ വേർബിൻ്റെ ഫസ്റ്റ് ഫോം കം തന്നെയാണ്, വരിക എന്ന് തന്നെയാണ്. പാസ്റ്റ് ടെൻസിൽ നമ്മൾ കെയിം എന്നാണ് പറയുക. തേർഡ് V3 ഫോം പൊതുവേ എന്തായിരിക്കും? ഇത് രണ്ട് സെയിം ആയിരിക്കും ഉണ്ടാവും. സെക്കൻഡ് ഫോമും തേർഡ് ഫോമും സെയിം ആയിരിക്കും ഉണ്ടാവും. പക്ഷേ കമ്മിൻ്റെ കേസിൽ ഫസ്റ്റ് ഫോം തന്നെയാണ് തേർഡ് ഫോം. അപ്പോൾ ഹാഡിൻ്റെ കൂടെ ചേർക്കുമ്പം ഹാഡ് കം ആണ് വരും. ക്ലിയർ ആണല്ലോ? അപ്പം ഇത് കുറച്ച് വെറുപ്പിക്കലാണ്, എന്നാലും പഠിച്ചു വെച്ച്, കാരണം പരീക്ഷത്തിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഈ റൂൾ ബേസിട്ട്. അപ്പോൾ ഓൾറെഡി പാസ്റ്റുള്ള സെൻറ്റൻസിൽ ഈ പാസ്റ്റിൽ നടന്ന കാര്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വെറും പാസ്റ്റ് ടെൻസ് അങ്ങോട്ട് ഉപയോഗിക്കാറില്ല. ഇത് വെറും പാസ്റ്റ് ടെൻസ് ആണ് കെയിം എന്ന് പറഞ്ഞാൽ. നമ്മൾ എന്ത് ചെയ്യും? ഹാഡ് ചേർത്തിട്ട് വേർബിൻ്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കും. അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പേരിലൊന്നും കാര്യമൊന്നുമില്ല, അത് പഠിച്ചുകൊണ്ട് മാർക്ക് കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഈ ഒരു സംഭവം ഒന്ന് പാറ്റേൺ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഓൾറെഡി പാസ്റ്റിലുണ്ടെങ്കിൽ പാസ്റ്റിൻ്റെ പാസ്റ്റിൽ നടന്ന കാര്യം ഹാഡ് വെച്ചിട്ട് എഴുതുക, അത്ര ഉള്ള സംഭവം. അപ്പോൾ അത് മാത്രമേ കുറച്ചൊരു കോംപ്ലിക്കേഷൻ വന്നിട്ടുണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പം വാസ് സിറ്റിംഗ്, വേറെ, ക്വയറ്റ്, ഹാഡ് കം, സിമ്പിളാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും, വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇതൊക്കെ പരീക്ഷ വന്ന ചോദ്യങ്ങളാണ്. അതൊക്കെ പബ്ലിക്കിലും ഓണത്തിലും ഒക്കെ വന്ന ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്ക്. മാർക്കറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആണ്, അവരാണ് അല്ലേ. ദേ ഹാസ് ആണോ ഹാവ് ആണോ വരിക? അപ്പോൾ ഇവിടെയും മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റൂൾ ഉണ്ട്. ഹീ ഷീറ്റ് ആണെങ്കിൽ എപ്പോഴും ഹാസ് ഉപയോഗിക്കേണ്ടത്. ഹീ ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ് എന്നാണ് വരിക. ഐ വി ദേ പ്ലൂറലാണെങ്കിൽ എപ്പോഴും ഹാവ് ആണ് വരിക. വീണ്ടും ഐ ഇവിടെ ഹാവ് തന്നെയാണ് വരിക. ഐ ഹാവ് അല്ലേ, ഐ ഹാവ് ഫീവർ അല്ലേ. വി ഹാവ്, ദേ ഹാവ്, എല്ലാം ഹാവ് വരിക. മാർക്കറ്റേഴ്സ് ദേ ആണ്, ദേ ഹാവ് ആണ് വരിക. ദേ ഹാവ് ഡെവലപ്ഡ് sophisticated strategies like the use of sound effects, bright colors, jingles. ആമിനേറ്റഡ് ആണോ? ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഗ്രാമർ ഒന്നും ഇല്ല, ആനിമേറ്റഡ്. അപ്പം മിക്ക ചോദ്യങ്ങൾ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ആനിമേറ്റഡ്, വെറൈറ്റി, ടു അതർ പ്രൊഡക്ഷൻ ടെക്നിക്സ്. വെറൈറ്റി ടു പ്രൊഡക്ഷൻ ടെക്നിക്സ് ആണോ? ഓഫ് പ്രൊഡക്ഷൻ ടെക്നിക്സ് അല്ലേ. അപ്പോൾ അത് റൂളൊന്നും അല്ലേക്കണ്ട, കോമൺ സെൻസ് കുറച്ച് ചിന്തിച്ചാൽ മതി അല്ലേ. വെറൈറ്റി ഓഫ് പ്രൊഡക്ഷൻ അങ്ങനെയല്ലേ വായിലും വരുന്നത്. അതർ പ്രൊഡക്ഷൻ ടെക്നിക്സ് ടു ടാർഗറ്റ് യങ്ങസ്റ്റ് കൺസ്യൂമേഴ്സ്. മക്കളെ യങ്ങസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാളെ ഉണ്ടാകാൻ പാടുള്ളൂ. ലോകത്തിലെ യങ്ങസ്റ്റ് ഒരാളെ ഉണ്ടാവുള്ളൂ. കൺസ്യൂമേഴ്സ് എന്നാണ് പറയുന്നത്. യങ്ങസ്റ്റ് കൺസ്യൂമറിൻ്റെ കാര്യമല്ലല്ലോ, ലോകത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് കൺസ്യൂമർ അല്ലല്ലോ, കൺസ്യൂമേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? യങ്ങസ്റ്റ് അല്ല, യങ് ആയിട്ടുള്ള. അപ്പോൾ ഒന്നെങ്കിൽ യങ് പറയാം, അല്ലെങ്കിൽ യങ്ങർ എന്ന് പറയാം. പക്ഷെ യങ്ങർ എന്ന് പറയില്ല. യങ്ങർ എന്ന് പറഞ്ഞപ്പോൾ കമ്പാരിസണിലാണ് വരിക. ഇവിടെ കമ്പാരിസൺ ഒന്നും ഇല്ലല്ലോ. പ്രായം കൂടിയ ആൾക്കാർ പ്രായം കുറഞ്ഞ ആൾക്കാരുടെ പറയുന്നില്ല. അപ്പോൾ യങ് കൺസ്യൂമേഴ്സ് മതി. യങ്ങസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരാളെ പാടുള്ളൂ. യങ്ങസ്റ്റ് കൺസ്യൂമർ എന്ന് വരാൻ പാടുള്ളൂ. അല്ലാണ്ട് യങ്ങസ്റ്റ് കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രായം കുറഞ്ഞ കൺസ്യൂമേഴ്സ് ഉണ്ടാവില്ല, ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളുണ്ടാവും, കൺസ്യൂമർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. അതൊക്കെ കുറച്ച് കോമൺ സെൻസ് ആണ് കേട്ടോ. ഇനി കുറച്ചും കൂടി ഒരു വലിയ ചോദ്യം കൂടി ചെയ്യുക. അതും കൂടി ചെയ്യുമ്പോഴത്തേക്കും എല്ലാ സാധനവും കൂടെ ഒന്ന് സെറ്റ് ആയിക്കോളും. അപ്പോൾ ഇതൊന്ന് ട്രൈ നോക്കിക്കുക. ഇതെങ്കിലും വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. കിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഹൈ ബിൽഡിങ്സ് ഹാഡ് ടുക്ക്. ഹാഡിൻ്റെ കൂടെ വേർബിൻ്റെ തേർഡ് ഫോമായി വരാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഹാഡിൻ്റെ കൂടെ മാത്രമല്ല, ഹാസ് ആണെങ്കിലും ഹാഫ് ആണെങ്കിലും ഹാഡ് ആണെങ്കിലും വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് വരിക. അപ്പോൾ ടുക്ക് ആണോ വരേണ്ടത്? ടേക്ക് എന്ന് പറഞ്ഞ വേർബാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഫോം പ്രസൻറ്റ് ഫോം ടേക്ക് ആണ്. V2 ഫോം പാസ്റ്റ് ഫോം ടുക്ക് ആണ്. V3 ഫോം അഥവാ ഹാസ്, ഹാവ്, ഹാഡിൻ്റെ കൂടെ വരേണ്ട ഫോം എന്താണ്? ടേക്കൺ ആണ്, ടുക്ക് അല്ല. അപ്പോൾ ഹാഡിൻ്റെ കൂടെയോ അല്ലെ ഹാസിൻ്റെ കൂടെയോ അല്ലെ ഹാവിൻ്റെ കൂടെയോ ടേക്കൺ ആയി വരാം, മൂന്നാമത്തെ ഫോം ആയി വരാം. അപ്പോൾ ഇത് മൂന്നാമത്തെ ഫോം കുറച്ച് വേർഡ്സിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിലതിനൊക്കെ മൂന്നാമത്തെ ഫോം സെക്കൻഡ് ഫോം സെയിം ആണ്. ഡാൻസ് V2 V3 സെയിം ആണ്. പ്ലേഡ് V2 V3 സെയിം ആണ്. പക്ഷെ റൈറ്റ് റോട്ട് റിട്ടണിൽ V2 V3 വേറെയാണ്. സിംഗ് സങ് V2 V3 വേറെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ അത് ബൈ ഹാർട്ട് പഠിക്കുകയൊന്നും വേണ്ട. അത് ചിലതൊക്കെ കിട്ടും, ചിലതൊക്കെ കൊണ്ട് എഴുതി വെക്കുക, അത്രേ ഉള്ളൂ.
ടേക്കൺ ഓവർ ദ സ്ട്രീറ്റ് സെർച്ച് വിത്ത് ചിൽഡ്രൻ ആൻഡ് ഡിസ്റ്റർബിങ് നോയ്സസ് ഷെയ്ക്കൺ ദ ട്രീ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം ഷെയ്ക്കിൻ്റെ ഒബ്വിയസ്ലി ഷെയ്ക്കൺ എന്ന് പറയുന്നത് V3 ഫോമാണ്. പക്ഷേ ഹാഡ് ഷെയ്ക്കൺ എന്നല്ലല്ലോ പറയുന്നത്, അല്ലേ? വെറും ഷെയ്ക്ക് എന്നല്ലേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ മൂന്നാമത്തെ ഫോമിനെ കൊണ്ടുവരണ്ട, രണ്ടാമത്തെ ഫോമായി ഷുക്ക് ഉപയോഗിച്ചാൽ മതി. എപ്പോഴാണ് ഷെയ്ക്കൺ ഉപയോഗിക്കേണ്ടത്? ഒന്നെങ്കിൽ ഹാസോ ഹാവോ ഹാഡോ അതിൻ്റെ തൊട്ട് മുൻപ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാവ് ഷെയ്ക്കൺ, അല്ലെ ഹാഡ് ഷെയ്ക്കൺ, അല്ലെ ഹാഷ് ഷെയ്ക്കൺ എന്നൊക്കെ പറയണം. അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ V2 ഫോം ഉപയോഗിച്ചാൽ മതി, വെറുതെ V3 ഫോം ഉപയോഗിക്കാൻ പാടില്ല. A band are announcing the opening of a circus. A band എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ഒരു സിംഗിൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഒരു സാധനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ആൾക്കാർ കുറേ പേര് അതിലുണ്ടെങ്കിലും എല്ലാം കൂടി ചേർത്ത് ഒരു ബാൻഡ്, ഒരു സാധനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇറ്റ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഹീ ഷീ ഇറ്റ് ആണെങ്കിൽ എന്താണ് വരിക? ഒന്നെങ്കിൽ ഇസ് അല്ലെ വാസാ വരിക. പ്രസന്റ് ടെൻസിലാണ് ഇസ് വരും, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിലാണ് വാസാണ് വരിക. എന്തായാലും 6 വരില്ല. അപ്പോൾ ബാൻഡ് എന്ന് പറഞ്ഞ ഒരു എൻറ്റിറ്റിയാണ്. എൻറ്റിറ്റി നമ്മൾ ഇറ്റായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇറ്റ് ഇസ് അനൗൺസിംഗ് എന്ന് വരാം, വാസ് അനൗൺസിംഗ് എന്ന് വരാം. പക്ഷെ മൊത്തം സെൻറ്റൻസ് പാസ്റ്റ് ടെൻസിൽ ഹാഡ് ടു ടേക്കൺ ഓവർ ദ സ്ട്രീറ്റ് ബ്ലാ ബ്ലാ ബ്ലാ. അപ്പോൾ അതൊക്കെ ഷുക്ക് ദെയർ എന്നാണ് പറയുന്നത്, എല്ലാം പാസ്റ്റ് ടെൻസിലാണ്. അപ്പം ബാൻഡ് ഇറ്റ് വാസിൽ ഉപയോഗിക്കുക, ഫുൾ പാസ്റ്റ് ടെൻസിലാക്കുക. ഇറ്റ് വാസ് അനൗൺസിങ് ദ ഓപ്പണിംഗ് ഓഫ് ആൻ സർക്കസോ. ആൻ എപ്പോഴാണ് വരിക? വവൽ സൗണ്ട്സ് മുന്നിൽ വരുമ്പോഴാണ്. സർക്കസ് സി ആണ്, അത് വവലൊന്നുമല്ല. അപ്പോൾ ഓഫ് എ സർക്കസ് മതി. ഓഫ് എ സർക്കസ് വിത്ത് ക്ലൗൺസ് ആൻഡ് വെയിറ്റ് ലിഫ്റ്റേഴ്സ് വാക്ഡ് ഇൻ ഫ്രണ്ട് അല്ല, വാക്കിങ്. അവർ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലേ? ക്ലൗൺസും വെയിറ്റ് ലിഫ്റ്റേഴ്സും വാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലേ? അപ്പോൾ വാക്കിംഗ് ഇൻ ഫ്രണ്ട് ആണ് വരിക. അപ്പോൾ അതൊക്കെ റൂളൊന്നും ഇവിടെ ഇല്ല, ചിലതിലൊന്നും റൂൾ ഉണ്ടാവില്ല. നമ്മൾ ചിന്തിക്കുക, അപ്പോൾ കിട്ടും. പിന്നെ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, കേട്ടോ. ഒന്ന് ഈ വാക്ഡിനെ വാക്കാക്കാനോ വാക്സ് ആക്കാനോ വാക്കിംഗ് ആക്കാനൊക്കെ വരുന്നുണ്ടാവുള്ളൂ, അല്ലേ? അപ്പം അത് മൂന്നും ചിന്തിക്കുക, ഏതായിരിക്കും വരിക എന്ന്. അങ്ങനെ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക. അല്ലാണ്ട് ഇതിന് സാർ ഇതെങ്ങനെയാണ് കറക്റ്റ് റൂൾ ബേസ് പറയുക എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇത് വാക്ക് മാറ്റി മിക്കവാറും വാക്ക് ആക്കുക, അല്ലെങ്കിൽ വാക്സ് ആക്കുക, അല്ലെങ്കിൽ വാക്കിംഗ് ആക്കുക, ഇതല്ലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ചിന്തിച്ചാൽ മതി. A line of trucks who carried central security troops crawled majestically by. ലൈൻ ഓഫ് ട്രക്കിൻ്റെ കാര്യം പറയുന്നത്, ലോറിൻ്റെ കാര്യം പറയുന്നത്. ലോറി എന്ന് പറഞ്ഞാൽ ഹൂ ആണോ? ഒരു സാധനമല്ലേ? അപ്പോൾ ഒരിക്കലും നമ്മൾ ഹൂ പറയില്ല. ഹൂ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ ചേർത്തായിട്ട് പറയാം, മനുഷ്യന്മാരെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. ട്രക്കിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് വിച്ച് പറഞ്ഞാൽ മതി. അപ്പോൾ ലൈൻ ഓഫ് ട്രക്സ് വിച്ച് ക്യാരിഡ് സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ് ക്രോൾഡ് മെജസ്റ്റിക്കലി ബൈ. അപ്പോൾ ഇതും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ ചെയ്ത പോലെ എന്താ? ടേക്കൺ ഉണ്ട്, ഷുക്ക് ഉണ്ട്, വാസ് ഉണ്ട്, ഉണ്ട്, വാക്കിംഗ് ഉണ്ട്, വിച്ച് ഉണ്ട്. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ എഡിറ്റിങ്ങിൽ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് ഒന്നും കൂടി വേണമെങ്കിൽ ഒന്ന് ഓടിച്ച് നോക്കിക്കോളൂ. കാരണം ആദ്യം പറഞ്ഞ റൂളൊക്കെ അല്പം മറന്നു പോയിട്ടുണ്ടാകും. ഒന്നും കൂടി നിങ്ങളൊന്ന് നോക്കിപ്പോയി കഴിഞ്ഞാൽ പരീക്ഷയിൽ 3 മാർക്കിനും 4 മാർക്കിനും ഈ എഡിറ്റിംഗ് വരും. അതിലെന്തായാലും മിനിമം 4 മാർക്കിനാണ് വരുന്നത്, 3 മാർക്ക് എന്തായാലും നിങ്ങൾ വാങ്ങും. പക്ഷേ ഐഡിയലി നിങ്ങൾ ഇത് നോക്കിയിരുമ്പോൾ ഒന്ന് നിങ്ങളുടെ കോമൺ സെൻസും കൂടി ഉപയോഗിച്ച് ആ 4 മാർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്തൊക്കെ പെട്ടെന്ന് എഡിറ്റിംഗ് ഒക്കെ പഠിക്കാൻ വേണ്ടി അനാവശ്യമായിട്ട് കുറേ തിയറിയൊക്കെ പഠിക്കാതെ പെട്ടെന്ന് എഡിറ്റിംഗ് പഠിച്ചിട്ട് ഇതിലെ ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ള കുറേ പേരുണ്ടാവും. അവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എക്സാമിൻ്റെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യണം. ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ടൈം ആയിരിക്കും. കാരണം ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മുടെ സ്പെഷ്യൽ ഓഫറൊക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. വൺസ് അഗൈൻ ഓൾ ദി ബെസ്റ്റ്. പോയി തകർത്ത് പരീക്ഷ എഴുതി പാടോ.